പടയപ്പയും ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു. ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ കൃഷി നശിപ്പിച്ചു. ചക്കക്കൊമ്പൻ സിംഗുകണ്ടത്ത് സെയിന്റ് തോമസ് പള്ളിയുടെ സംരക്ഷണ വേലി തകർത്തു. വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ രണ്ടാളും വീണ്ടും അക്രമം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ മേഖലയിൽ ജനങ്ങൾ എന്ത് സുരക്ഷിതത്വം വിചാരിച്ചാണ് മുന്നോട്ട് പോവുക? ജെയിൻ, വളരെ ആശങ്ക തോന്നുന്നു. ഒന്നാമത് ആഘോഷത്തിന്റെ സമയമാണ്, വിശ്വാസത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. ഇതൊക്കെയുമുണ്ട്. മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ അവിടെ കാര്യങ്ങൾ? മോത്തി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലയോര മേഖലയിൽ അശാന്തിയാണ്. പ്രത്യേകിച്ച് വന്യജീവി ശല്യം മൂലം ആളുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇന്നലെ ഇപ്പോൾ 5 ഇടത്താണ് ഇടുക്കി ജില്ലയിൽ മാത്രം കാട്ടാനകൾ ഇറങ്ങിയത്. ഇന്ന് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട 2 കൊമ്പനാനകൾ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പടയപ്പയും അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനും. പടയപ്പ ദേവികുളം ഫാക്ടറി ഡിവിഷനിലാണ് നിൽക്കുന്നത്. രാത്രി ജനവാസ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ലയങ്ങളൊക്കെ ഉള്ള ഇതിന് സമീപത്തേക്ക് എത്തുകയും അവിടെ തോട്ടം തൊഴിലാളികളുടെ കൃഷിയുണ്ട്, അടുക്കളത്തോട്ടം എന്ന നിലയിൽ ആ കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ RRT സംഘം എത്തി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. സിംഗഘട്ടത്തേക്ക് പോയാൽ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 ഇന്നലെ വീട് തകർത്തതിന് സമീപത്ത് ചക്കക്കൊമ്പൻ എത്തിയത്. അതിനുശേഷം ആ പള്ളിയുടെ സംരക്ഷണ വേലിയൊക്കെ തകർത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ കടന്നു പോയ വഴിക്ക് ഏലം കൃഷി കുറെ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അക്രമങ്ങൾക്കൊന്നും ചക്കക്കൊമ്പൻ മുതിർന്നില്ല. പക്ഷേ അവിടെ RRT സംഘം ഉണ്ടായിരുന്നു. RRT സംഘം പോയതിന് ശേഷമാണ് കാട്ടാന എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഈ പ്രശ്നം തുടർച്ചയായി എല്ലാ ദിവസവും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് അവർ ഭീതിയോടെയാണ് കഴിയുന്നത്. വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു.